നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ്. രഘുവേട്ടാ, നമ്മൾ എത്ര മണിക്കാ രഘുവേട്ട ഇവിടെ നിന്ന് ഇറങ്ങുന്നേ? നീയും ചീരു റെഡിയാ ഉടനെ ഇറങ്ങും. നമുക്കാദ്യം പഞ്ചരത്നത്തിൽ പോണം. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവർക്കും ഒരുമിച്ച് സത്യന്റെ കല്യാണത്തിന് പോവാന്ന് അമ്മാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് അച്ഛൻ ദേമഞ്ചാടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് എല്ലാരും കൂടി അങ്ങോട്ട് പോവാന്നാ. അച്ഛൻ ഇങ്ങോട്ട് വരണമെന്നുള്ള വിചാരേ ഇല്ല. അതൊന്നും ആയിരിക്കില്ല അമ്പിളി. ദേ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് കരുതിയാവും. പിന്നെ ശബരിയോടെ ഉണ്ടല്ലോ. ആ, അവനും കൂടി അവിടെ ഉള്ളത് അച്ഛൻ്റെ ഒരു ആശ്വാസം. അല്ലെങ്കിലേ ദയയുടെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോ അച്ഛന് വീണ്ടും ഇറങ്ങി പോവാൻ തോന്നും. മഞ്ചാടിക്ക് അത്യാവശ്യമായിട്ട് കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. അപ്പോ അവള് സത്യന്റെ കല്യാണ ഫംഗ്ഷന് വരുന്നില്ലേ? കല്യാണം നാളെ ഇല്ല. ഇന്ന് കോളേജിൽ പോയി വൈകുന്നേരം ഫംഗ്ഷന് വരാനായിരുന്നു അവളുടെ ഐഡിയ. പക്ഷേ നമ്മളിന്ന് രാവിലെ തന്നെ പഞ്ചരത്നത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോ അവളൊന്ന് ഒതുങ്ങി. അവൾക്ക് വീണ്ടും കോളേജ് കാര്യത്തിൽ പ്രത്യേക താല്പര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ജീവൻ രാജന്റെ റാങ്ക് കിട്ടിയതോടെ അവൾക്ക് അവനോടൊരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട്. ഞാൻ അതിനെ എതിർക്കാൻ പോകാത്തത് വിനയനെ കൂടി ഓർത്തിട്ടാ. ജീവൻ രാജന്റെ കേസ് പിൻവലിച്ചാലേ വിനയൻ അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റും. ഒന്ന് പതുക്കെ പറ, ഇനി ചീരു അത് കേൾക്കണ്ട. അവൾ ആ കേസ് പിൻവലിക്കുന്നതിലെതിരാ. ജീവൻ രാജ് രക്ഷപ്പെട്ടാലും വിനയൻ രക്ഷപ്പെടരുന്നുള്ള ചിന്ത അവക്ക്. ഇത്രയൊക്കെ മാറ്റം വിനയനിലുണ്ടായിട്ടും അവൾക്ക് അവനോടൊരു സിമ്പതി പോലും തോന്നാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നീ അവളോട് റെഡിയായിക്കോളാൻ പറ. മക്കളെയൊക്കെ ഒരുക്കേണ്ടതല്ലേ. ചായ മതി. ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. അല്ല, വണ്ടി റെയിൽവേ സ്റ്റേഷന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് മന്ദാകിനി. ആ ഡ്രൈവറുടെ നമ്പർ മഹേഷിന്റെ ഫോണിലേക്ക് ഗൂഗിൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവനോട് നമ്പറിലേക്കൊന്ന് വിളിക്കാൻ പറ. ആ ശരി ശരി. ആ നിങ്ങൾ വന്നിട്ടേ പോവുള്ളൂ. ആ ആരാ? മന്ദാകിനി ചേച്ചിയാണോ സച്ചിയേട്ടാ? ട്രെയിൻ ലേറ്റാ. അവരിപ്പോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. മഹേഷിനെയും കൂട്ടിയല്ലേ മന്ദാകിനി ചേച്ചി വരുന്നേ? അവർക്ക് ഇങ്ങോട്ട് വരാതെ നേരെ റിസോർട്ടിലേക്ക് എത്തിയാ പോരെ? അവർക്കത് പോരാന്നാ പറഞ്ഞേ. കല്യാണത്തിന് ഇറങ്ങുമ്പോ കുടുംബക്കാരെല്ലാം ഒന്നിച്ചിറങ്ങണമെന്ന്. ഹേമന്ത് എന്തായി പറയുന്നേ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇറങ്ങാനൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കെന്ത് പറ്റി? ഓ ആണോ? എന്നാ പിന്നെ അമ്മയെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് നീ നേരെ റിസോർട്ടിലേക്ക് വാ. ഓക്കെ, ഞങ്ങളിവിടുന്ന് ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങും. ആ ഓക്കെ ഓക്കെ, ആ ശരി. അമ്മ പെട്ടെന്ന് മുകളിലേക്ക് എന്ന് ഇന്ദുവിനെ ഇറക്കിക്കൊണ്ടു വാ. ഇല്ലെങ്കിൽ ആ ബ്യൂട്ടീഷ്യനെ അവളുടെ മുഖം എനിക്ക് സമയം കളയും. അവളിപ്പൊ ഇറങ്ങി വന്നിട്ട് എന്തിനാ? മന്ദാകിനി ചേച്ചിയും മകനും ഇങ്ങോട്ട് വരാൻ ടൈം എടുക്കുന്നാ പറഞ്ഞേ. അത് ശരിയാ ഗോകുലേ, അവരിങ്ങോട്ട് വന്നിട്ടേ പോകാൻ പറ്റും. അല്ല, നിന്നെ ഹേമന്ത് വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? അവന്റെ അമ്മ ബാത്റൂമിൽ ഒന്ന് തെന്നി വീണു. അവൻ അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാലില് ബാൻഡേജ് ഇട്ടോണ്ടിരിക്കുക. അപ്പോ പ്രമീള കല്യാണത്തിന് വരില്ലേ? അതൊന്നും ഇപ്പൊ അറിഞ്ഞുകൂടമ്മേ. ഇന്നത്തെ ഫംഗ്ഷനിൽ എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. പറ്റിയാ നാളെ വരും. ആര് വന്നാലും വന്നില്ലെങ്കിലും രാഹുകാലത്തിന് മുമ്പ് പുറപ്പെടണം. ഒരു മംഗളകാര്യത്തിന് ഇറങ്ങുമ്പോ സമയവും കാലമൊക്കെ നോക്കി വേണം ഇറങ്ങാൻ. അല്ല, ബന്ധുക്കള് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം മാവാ? സമയത്തിന് കല്യാണ പെണ്ണിനെ ഇറക്കണം. ബന്ധുക്കളും കൂടി പുറകെ ആരെങ്കിലും വന്നാ മതിയല്ലോ. എടി, നീ ഒന്ന് ഇന്ദുവിനെ വിളിച്ചോണ്ട് വാ. അമ്മാവൻ പറഞ്ഞതുപോലെ മംഗളകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോ രാഹുകാലം ഒഴിവാക്കി വേണം ഇറങ്ങാൻ.
ശരി. ചെല്ലിയല്ലേ, വേഗം ചെല്ല്. ആ അമ്മാവനിരിക്കെ. എന്തു വന്നാൽ ഉടനെ നമുക്ക് ഇറങ്ങാം. ബാക്കിയുള്ളവരുമായി ഗോകുല് പുറകെ വരട്ടെ. അതാ നല്ലത്. അച്ഛൻ ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എവിടെയാ എത്തിയെന്ന്. ഹൈഡാ. അല്ല, മന്ദാകിനി ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്നില്ല. നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോയാൽ പോരെ? ആ അതെ. അതെങ്ങനെയാ സച്ചി? ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാതെ എങ്ങനെയാ ഒരു ഫംഗ്ഷന് പോകുന്നേ? അല്ലാൻറ്റി, അത് അങ്ങനെയല്ല. പിന്നെ അതെ, മമ്മി പറയുന്ന കറക്റ്റ്. ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അതെ. ഗൂഗിള് റൂമൊന്ന് കാണിച്ചു തന്നാ മതി. എടാ, നമുക്ക് ഇവിടെ ഏത് റൂം വേണമെങ്കിലും ഉപയോഗിക്കാം എന്റെ മഹേഷേ. ഇത് നമുക്ക് സ്വന്തം വീട് പോലെയല്ലേ. നീ വാ. എന്താ ഗോകുല് ചെയ്യ? ഇന്ദു ആണെങ്കിൽ താഴത്തേക്ക് വന്നുമില്ല. എന്റെ അച്ഛൻ നമ്മളിങ്ങനെ ധൃതി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പെണ്ണുങ്ങളുടെ ഒരുക്കമൊക്കെ ഇങ്ങനെ തന്നെ ആണല്ലോ. പക്ഷേ എടാ, രാഹുകാലം തുടങ്ങിയ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതെ, ആരൊക്കെ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും രാഹുകാലം 1.5 മണിക്കൂറേ ഉള്ളൂ. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ രാഹുകാലം കഴിഞ്ഞ് പുറപ്പെടുക, അതേ ഒരു മാർഗമുള്ളൂ. പിന്നെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ അത് കുഴയുന്ന പോലെ ഉണ്ടല്ലോ. എടി കൊച്ചേ, എനിക്ക് സ്കിൻ അലർജി ഉള്ളതാ. ഇതൊക്കെ നല്ലതാണോ? മാഡം, കഴിഞ്ഞ 25 കൊല്ലായിട്ടേ സിനിമയിലെ പല നായികമാരുടെ സൗന്ദര്യത്തിന് പിന്നിലേ ഞാനായിരുന്നു. നീ അവളുടെയൊക്കെ പിന്നിലായിരിക്കും. ഇതിപ്പോ എന്റെ മുന്നിലാ ചെയ്യുന്നത്. എനിക്ക് ചൊറിച്ചിലെങ്ങാനും വന്നാലുണ്ടല്ലോ. ആ, അങ്ങനെ വന്നാലത് മാഡത്തിന്റെ സ്വഭാവത്തിന്റെയാ. എന്താടി നീ പറഞ്ഞ്? നീ കൊള്ളാലോടി. മമ്മി ഒന്ന് വേഗം ആവട്ടെ, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കൂടെ ഒന്ന് ചെയ്യാനുള്ളതാ. ആ കൊച്ചേ, ഇത് കഴിഞ്ഞ് അവന്റെ കൂടെ ഒന്ന് ചെയ്തു കൊടുത്തേക്കണം. അമ്മയും കൊള്ളാം, മോനും കൊള്ളാം. ആ കണ്ണാടി ഒന്ന് താഴ്ത്തി വെക്കോ? നീ എന്തോ ചെയ്യുന്നു ഞാനും കൂടി അറിയണ്ടേടി.